Good morning, everybody. How are you? Good morning. Good morning, sir. Good morning, sir. Attendance. Morning, miss. എത്ര പേർക്കുണ്ട് അറ്റൻഡൻസ്? മിസ് അറ്റൻഡൻസ് ഒക്കെ എടുത്തോ? അറ്റൻഡൻസ് എടുത്തിട്ടില്ല, വരുന്നേ ഉള്ളൂ, ഓരോരുത്തർ ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനു മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനോ ഒക്കെ സംസാരിക്കാനോ സാധിക്കുമായിരുന്നോ? ഞാൻ ഓപ്പൺ ആക്കുന്നതിന് മുമ്പേ ആകാൻ പറ്റുമായിരുന്നു. ഓക്കെ. അപ്പൊ ആദ്യം ആര് 3 പേര് വന്ന ആ സമയം മുതലേ ഉള്ളു കേട്ടോ. ഇത് ആ സമയം മുതലേ 40 മിനിറ്റ് ഉള്ളു. തുറന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ആര് തുറക്കുന്നു അത് കഴിഞ്ഞാൽ 40 മിനിറ്റ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണ്? ഹൗ ടു ഡു പ്രാക്ടിക്കം അല്ലെ? നമുക്ക് 3 പ്രാക്ടിക്കാ ഉള്ളേ. പ്രാക്ടിക്കത്തില് എന്താണ്? ഒന്നാമത്തെ പ്രിപ്പയർ എ റിപ്പോർട്ട് ഓൺ എനി 3 സ്കൂൾ പ്രാക്ടീസസ് വിച്ച് ഫോസ്റ്റർ. നിങ്ങളുടെ അതിന്റെ വല്ല ഡേറ്റ വല്ലതും ഉണ്ടോ? നിങ്ങൾ സ്കൂളിൽ പോയപ്പോ നിങ്ങൾ വല്ല സ്കൂളിലെ ബെസ്റ്റ് പ്രാക്ടീസ് എന്നും പറഞ്ഞ് വല്ല നിങ്ങളുടെ ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. അപ്പൊ അതുള്ളവര് അത് അന്ന് പറഞ്ഞ ഡയറിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ചുമ്മാ അവിടുത്തെ ഓരോ കാര്യങ്ങളെ കുറിച്ചൊക്കെ. ആയിക്കോട്ടെ. അപ്പൊ അതുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പെർഫെക്റ്റ് കേട്ടോ. അപ്പൊ അത് ഉള്ളവർക്ക് അത് ചെയ്യാവുന്നതാണ്. പിന്നെ രണ്ടാമത്തത് പ്രിപ്പയർ എ റിപ്പോർട്ട് ഓൺ ദ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഫേസ്ഡ് ബൈ സ്റ്റുഡൻസ് ഇൻ ദ സ്കൂൾ ക്ലാസ് റൂംസ്. അത് നിങ്ങളുടെ ഉണ്ടോ? അതിന്റെ ഡാറ്റ വല്ലതും എടുത്തിട്ടുണ്ടോ? ലേണിംഗ് ഡിഫിക്കൽട്ടീസ്. യു നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലേണിംഗ് ഡിഫിക്കൽട്ടി ആൻഡ് ലേണിംഗ്. മറ്റേതെന്താണ്? ലേണിംഗ് ഡിഫിക്കൽട്ടി, പിന്നെന്താണ് ലേണിംഗ് ഡിസബിലിറ്റി. അത് തമ്മിലുള്ള വ്യത്യാസമൊക്കെ അറിയാമല്ലോ, നമ്മൾ ഡിസ്കസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഓർക്കുന്നുണ്ടല്ലോ? ഓക്കെ. ലേണിംഗ് ഡിഫിക്കൽട്ടീസ് എന്ന് പറഞ്ഞാൽ എന്തുവാകാം കേട്ടോ. ലേണിംഗ് ഡിഫിക്കൽട്ടി, ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ ബ്രെയിൻ റിലേറ്റഡ് ആണ്. അപ്പൊ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഡിഫിക്കൽട്ടി. അപ്പൊ ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ എന്നൊക്കെ പറയുന്നതാണ് ലേണിംഗ് ഡിസബിലിറ്റീസ്. അത് ബ്രെയിൻ അഫക്റ്റഡ് ആണ്. വേറെ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് എന്തുവാകാം, എനിത്തിങ്. പ്രാക്ടിക്കാണോ പറയുന്നത്? പ്രാക്ടിക്കാ പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ പ്രാക്ടിക്കത്തിന്റെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ടോ? യു ഹാവ് ദ നോ ഹൗ ചെയ്യാനായിട്ടായോ? ഡിഫിക്കൽട്ടീസ് എന്ന് പറയുമ്പോ ഇവര് സ്കൂളില് പഠിപ്പിച്ച സമയത്ത് കുട്ടികൾ എന്തൊക്കെ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്തിട്ടുണ്ട് എന്ന് അവർക്ക് അറിയാലോ. ബേസിക് നോളജിന്റെ കുറവാണ്. എന്തൊക്കെയായിരിക്കും ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടീസ് എന്നുള്ളതേ ബേസിക് നോളജ് ആകാം. ഇത് രണ്ടും നിങ്ങളുടെ ടീച്ചിങ് പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ? പക്ഷെ അതിനകത്ത് ആ പ്രാക്ടീസിൽ പറയുന്നത് ആദ്യത്തേത് ടീച്ചിങ് പ്രാക്ടീസ് സ്കൂളിലെ തന്നെയാണ്. മെന്റൽ ഹെൽത്ത് പ്രാക്ടീസസ് വിച്ച് ഫോസ്റ്റർ മെന്റൽ ഹെൽത്ത്. അവര് പ്രാക്ടീസ് ടീച്ചിങ്ങിന് പോയ സ്കൂളിലുള്ള പ്രാക്ടീസസ് തന്നെയാണ് എഴുതേണ്ടത്. അല്ലാതെ നിങ്ങളുടെ സ്കൂളിൽ തന്നെ ആണോന്നില്ല. ഇന്റർ പ്രാക്ടീസ് ടീച്ചിങ് സ്കൂൾസ് എന്ന് പറയുമ്പോ കഴിവതും അവരുടെ പ്രാക്ടീസ് ടീച്ചിങ് സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നതല്ലേ അവർക്ക് അറിയാൻ എളുപ്പം. കൗൺസിലിംഗ് സെല്ല് കാണുമല്ലോ, മിക്ക സ്കൂളിലും കൗൺസിലിംഗ് സെല്ല് കാണും. ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. കൗൺസിലർ ഒരു സ്കൂളിൽ ഇപ്പൊ സാധാരണ ഒരു കൗൺസിലർ ആഴ്ചയിൽ ഒരിക്കലും കൗൺസിലർ വന്ന് കാര്യങ്ങള് കുട്ടികൾക്ക് പ്രോബ്ലം ഉള്ള കുട്ടികൾക്ക് സോൾവ് ചെയ്യുന്നതും അങ്ങനെയുള്ള വർക്കുകൾ നിങ്ങൾ പോയ സ്കൂളിൽ നിങ്ങൾ കണ്ടു കാണില്ലേ? ഒന്ന് അത് എഴുതാം. പിന്നെ ഈ സ്കൂളുകളിലൊക്കെ നല്ല പാഠം പ്രോജക്റ്റ് ഇല്ലേ? നിങ്ങൾ പോയ സ്കൂളിലൊന്നും ഇല്ലായിരുന്നു നല്ല പാഠം പ്രോജക്റ്റ്? വെജിറ്റബിൾ ഗാർഡൻ ഒക്കെ ഉണ്ടാവുമല്ലോ. ഗാർഡനിങ്, വെജിറ്റബിൾ ഗാർഡനിങ് അതൊക്കെ സ്കൂളിൽ തന്നെ കൃഷി പരിശീലിപ്പിക്കുന്ന രീതിയിലായിരുന്നോ? ഏതായിരുന്നു അവിടെ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ അത് നമുക്ക് നോക്കാം. നല്ല പാഠം പല സ്കൂളുകാരും എടുത്തിട്ടുണ്ട്. നല്ല പാഠം പ്രോജക്റ്റ് മലയാള മനോരമയുടെ. അതൊരു മെന്റൽ ഹെൽത്ത് ഫോസ്റ്റർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് സ്കൂളുകളിലെ. നിങ്ങൾ കേൾക്കുന്നില്ലേ? അപ്പൊ മിസ്, ഇപ്പൊ ഈ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് എന്ന് പറഞ്ഞ രണ്ടാമത്തതില്ലേ, അപ്പൊ അതിനകത്താണെങ്കിൽ സ്റ്റുഡൻസിന് ഉണ്ടാവുന്ന ഡിഫിക്കൽട്ടീസ് ഏതൊക്കെയാണ് അതിനെ കുറിച്ച് ജസ്റ്റ് നമ്മൾ എഴുതിയാൽ മാത്രം മതിയോ? ഇതിനെ പറ്റിയുള്ള ഒരു റിപ്പോർട്ട്
ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിഫിക്കൽട്ടീസ്, അത് ഡിഫറെന്റ് സബ്ജക്റ്റിനെ വരെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാം. ഓരോ സബ്ജക്റ്റിലും ഓരോ തരം ലേണിംഗ് ഡിഫിക്കൽട്ടിയാണ് കുട്ടികൾ ഫേസ് ചെയ്യുന്നത്. മാത്സ് പോലുള്ള ഒരു സബ്ജക്റ്റിന് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിന്റെ എഴുതാം. ഇപ്പം ജനറൽ ആയിട്ട് കുട്ടികൾ ഒരുപാട് ഫേസ് ചെയ്യുന്നതായിരിക്കും മാത്സ് പഠിക്കാനുള്ള ഡിഫിക്കൽട്ടി. മാത്സ് പഠിക്കാനുള്ള ഡിഫിക്കൽട്ടി എപ്പോഴും ബേസിക് ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് അറിയാത്ത കുട്ടികളാണ് മാത്സ് മുന്നോട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുന്നത്. അതൊരു ഡിഫിക്കൽട്ടിയാണ് അവരുടേത്. ഫർദർ അതെഴുതാം. അതുപോലെ സയൻസ് ആണെങ്കിലും ബേസ് കുട്ടികളെ ലാബിലൊന്നും പ്രാക്ടിക്കലായിട്ടൊന്നും ചെയ്യിപ്പിക്കാതെ എല്ലാം വെറുതെ തിയറി മാത്രം പറഞ്ഞു കൊടുക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള സബ്ജക്റ്റുകൾ അത് കുട്ടികൾക്ക് മുന്നോട്ട് പഠിക്കാൻ ഒരു ഡിഫിക്കൽട്ടി ആണ്. IT പല സ്കൂളിലും പഠിപ്പിക്കുമ്പോൾ ലാബിൽ കൊണ്ടുപോകാതെ ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിപ്പിക്കുന്നുണ്ട്. അത് IT പഠിക്കാൻ മുന്നോട്ട് അവർക്കൊരു ഡിഫിക്കൽട്ടി ആണല്ലേ. അതുപോലെ ഓരോ സബ്ജക്റ്റിലും അവർ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് എന്താണ്, അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് എന്ന രീതിയിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾ എഴുതാം. ഡിസബിലിറ്റി അല്ലല്ലോ, ഡിഫിക്കൽട്ടി മാത്രം എഴുതിയാ പോരെ. ഡിഫിക്കൽട്ടീസ് ഉണ്ട്, ഡിഫിക്കൽട്ടീസ് അത് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലേണിംഗ് ഡിഫിക്കൽട്ടി ആൻഡ് ഡിസബിലിറ്റി അങ്ങനെ തുടങ്ങിയാണ്. ഡിസബിലിറ്റി എന്നുള്ളത്. ഓക്കെ, പ്രവീണ ടീച്ചറിന് എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ ഇതിനെ കുറിച്ച്? ചിത്രമൊക്കെ പോരെ, രണ്ടും പ്രാക്ടിക്കാം. മൂന്നാമത്തേത് പിന്നുള്ളത് ലീഡർഷിപ്പ് സ്റ്റൈൽ. ലീഡർഷിപ്പ് സ്റ്റൈൽസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോർഷൻ ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ്. അപ്പൊ ലീഡർഷിപ്പ് സ്റ്റൈൽസ് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള ആരെങ്കിലും രണ്ടുപേരുമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തുക. ഡിഫറെന്റ് ലീഡർഷിപ്പ് സ്റ്റൈലുണ്ട്. അതിപ്പോ നിങ്ങളുടെ വാർഡ് മെമ്പർ ആകാം, അവിടെ എന്തെങ്കിലും സോഷ്യൽ വർക്ക് നടത്തുന്ന ആൾക്കാരാകാം, വെറുതെ എന്തെങ്കിലും സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നവരാകാം, ടീച്ചേഴ്സ് ആകാം. ഇഷ്ടമുള്ള ആരെങ്കിലും രണ്ടുപേരുമായിട്ട് ലീഡർഷിപ്പ് അവരുടെ ലീഡർഷിപ്പ് ഇന്റർവ്യൂ നടത്തുമ്പോൾ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരുമായിരിക്കും. മിനിമം 10 ക്വസ്റ്റ്യൻ മതിയായിരിക്കും വെച്ച് ഇന്റർവ്യൂ നടത്തുമ്പോൾ ഓൾറെഡി നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകണമല്ലോ. അങ്ങനെ ആരെങ്കിലും രണ്ടുപേരുടെ നിങ്ങളുടെ നെയ്ബർഹുഡിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചതിന് ശേഷം അവരോട് ഇന്റർവ്യൂ നടത്തിയിട്ട് അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുക. അത് ആ ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം നിങ്ങൾ ലീഡർഷിപ്പ് സ്റ്റൈൽ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം മതി. ഓക്കെ, താങ്ക് യു പ്രവീണ ടീച്ചറിന്റെ ഇന്റർവെൻഷന് ഒത്തിരി താങ്ക്സ്. ഇനിയിപ്പോ സുനിത മിസ്സിന് മൈക്ക് കൈമാറുകയാണ്. നമ്മളെ സൈക്കോളജി അച്ഛൻ പറഞ്ഞില്ലായിരുന്നോ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്ന്, നമ്മുടെ 5th യൂണിറ്റ്. അപ്പൊ ആ 5th യൂണിറ്റിന്റെ ഫസ്റ്റ് 5.1 എന്താന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അതാണ് ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു നിങ്ങളുടെ സൂം മീറ്റിംഗ്. അപ്പൊ അച്ഛൻ നിങ്ങളോട് ഗ്രൂപ്പ് എന്താണ് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ കുറച്ചു പേരൊക്കെ ആൻസർ പറയുന്നതൊക്കെ ഞാൻ കേട്ടു. അതിനകത്ത് നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. 5.1 സൈക്കോളജിക്കൽ ഗ്രൂപ്പ്സ്, മീനിങ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അതാ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓഡിയോ ഭയങ്കര ബുദ്ധിമുട്ട്. ഓഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് ഓഫ് ചെയ്യണേ. മിസ് ഞാൻ എല്ലാവരുടെ ഓഡിയോ മിസ്സിന്റെ മാത്രം ഓണാക്കിയാൽ മതി. ബാക്കി എല്ലാവരും ഓഡിയോ ഒന്ന് കട്ട് ചെയ്തേരെ. താങ്ക് യു. ഓക്കെ. ഞാനപ്പോ സ്ക്രീൻ ഷെയർ ഓൺ ആക്കാൻ പോവാണ്. അപ്പൊ അതിനകത്ത് സൈക്കോളജിക്കൽ ഗ്രൂപ്പ്സ് എന്താന്നും അതിന്റെ മീനിങ് ഒക്കെ പറയുന്ന ഒരു PPT ഉണ്ട്. അപ്പൊ അത് എന്താന്ന് നോക്കാം നമുക്ക്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? സൂം എന്നുള്ളതേ ഉള്ളൂ. ആ സൂം മിനിമൈസ് ചെയ്യും. അതൊന്ന് മിനിമൈസ് ചെയ്യും. അതൊന്ന് മിനിമൈസ് ചെയ്യും. വന്നോ? ഇല്ല, മിനിമൈസ് ആയിട്ടില്ല. വരുന്നേ ഉള്ളായിരിക്കും.
ഇപ്പോഴോ? ഇല്ല, മിനിമൈസ് ആയിട്ടില്ല ഇപ്പോഴും. അതങ്ങനെ തന്നെ നിൽക്കുക. സൂം ജോയിൻ എ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. മിസ് ഞാൻ എന്റെ സ്ക്രീനിൽ നിന്ന് അതങ്ങോട്ട് കാണിച്ചേക്കട്ടെ. ആ കാണിച്ചു വെച്ചാ സെയിം തന്നെ അല്ലേ? സെയിം തന്നെ അല്ലേ? സോ ഐ വിൽ ഷോ ഫ്രം ഹിയർ. വാട്ട് ഈസ് ഹിയർ? നോട്ട്സ് ആണോ വേണ്ടേ, ഇതാണോ വേണ്ടേ? ആ പവർ പോയിന്റ് അയച്ചാ പിപിടി ആണോ വേണ്ടേ? ഓക്കെ, പിപിടി ആ വേണ്ടത്. പിപിടി തുറന്നു വരുന്നില്ലേ ഇപ്പൊ? പിപിടി വരുന്നുണ്ട്. ഫയലേ കാണിക്കുന്നുള്ളൂ. ഫയല് കാണിക്കുന്നു. ഇപ്പൊ വന്നില്ലേ? ഇല്ല, ഓപ്പൺ ആയിട്ടില്ല. അപ്പൊ എന്റേത് ഇവിടെ വരുന്നുണ്ടല്ലോ. നോബഡി ഈസ് ഏബിൾ ടു സീ. ഇവിടെ കാണുന്നുണ്ടല്ലോ മിസ്. അവിടെ മിസ്സിന്റെ സ്ക്രീനെ കാണുന്നുണ്ടായിരുന്നോ? എന്റെ സ്ക്രീനെ കാണുന്നുണ്ടായിരുന്നു വെച്ചാ. അപ്പൊ ഇത് എല്ലായിടത്തും ആയിട്ട് ടൈം എടുക്കും തോന്നുന്നു, അത്രേ ഉള്ളൂ. ആ അതാ അല്ലേ. എന്നാ ഞാനത് സ്റ്റോപ്പ് ചെയ്താ. എന്നാ മിസ്സിന്റെ തന്നെ കാണിക്കും ഫ്രം ദയർ. Yeah, good. വന്നോ? Yeah, correct. വന്നു അല്ലേ? Yeah, വന്നു. എനിക്ക് വന്നു. എല്ലാവർക്കും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. Yeah. Carry on. ഫുൾ സ്ക്രീൻ അല്ലേ വെച്ചാ അത് കാണുന്നത്? Yeah, വന്നിരിക്കുന്നു. Yes. ആർക്കെങ്കിലും ഒക്കെ ഇത് ഇങ്ങനെ കാണിച്ചാൽ മതി. എസ് ഓർ തംസ് അപ്പ് ഒക്കെ കാണിച്ചാൽ മതി. ഓക്കെ. ശരി, അപ്പൊ നമ്മള് സൈക്കോളജിക്കൽ ഗ്രൂപ്പ് എന്താന്ന് നോക്കാൻ പോവാ. അപ്പൊ സൈക്കോളജിക്കൽ ഗ്രൂപ്പിലേക്ക് പോകുന്നതിന് മുന്നേ നോർമലി ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താ? ഫ്രം ദ മൊമെന്റ് ഓഫ് ബർത്ത് എ ഹ്യൂമൻ ബീങ് ലിവ്സ് ഇൻ ദി ഫാമിലി ക്യാൻ ബി കോൾഡ് എ ഗ്രൂപ്പ്. അതായത് ഫാമിലിയാണ് ഏറ്റവും ബേസിക് യൂണിറ്റ് അല്ലേ? അപ്പൊ നമ്മളൊക്കെ ജനിച്ചു വീഴുന്ന ടൈം തൊട്ട് നമ്മൾ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ ജനിച്ചു വീഴുന്നത് തന്നെ. അതായത് ഏറ്റവും ബേസിക് യൂണിറ്റ് ഫാമിലി. അപ്പൊ അത് നമുക്കറിയാം, നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ ഒരു ഗ്രൂപ്പിലാണ്. നോ ഇൻഡിവിജ്വൽ ഹാസ് എനി എക്സിസ്റ്റൻസ് അപ്പാർട്ട് ഫ്രം ഹിസ് ഗ്രൂപ്പ്. അപ്പൊ ഏതെങ്കിലും ഒക്കെ ഒരു ഗ്രൂപ്പിൽ അല്ലാതെ നമുക്കൊരു എക്സിസ്റ്റൻസ് പോലും ഇല്ല. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ഒരു ഗോൾസിന് വേണ്ടിയൊക്കെ ആയിരിക്കും നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മുടെ ബിഹേവിയർ ഒക്കെ നമ്മൾ ഏത് ഗ്രൂപ്പിന്റെ ഭാഗമാണോ ആ ഗ്രൂപ്പ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മുടെ ബിഹേവിയർ ഫോം ചെയ്യുന്ന കാര്യത്തിലൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഈ സൈക്കോളജിക്കൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ടോപ്പിക് സോഷ്യൽ സൈക്കോളജിയുടെ ഒരു പാർട്ടാണ്. The topic of group has a place in the heart of social psychology. ഇപ്പൊ സോഷ്യൽ സൈക്കോളജിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സൈക്കോളജിക്കൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അത് അത്ര വലിയ ഇമ്പോർട്ടന്റ് ആകുന്നത്? എവറി ഹ്യൂമൻ ബീങ്സ് ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഗ്രൂപ്പ്സ്. നമ്മൾ ഏത് ഗ്രൂപ്പിൽ വി ബിലോങ്സ് ടു വിച്ച് ഗ്രൂപ്പ് ദാറ്റ് ഇൻഫ്ലുവൻസസ് അവർ ബിഹേവിയർ. നമ്മുടെ ബിഹേവിയറിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? നിങ്ങൾ കഴിഞ്ഞ ദിവസം കുറച്ച് ഡെഫിനിഷൻ അല്ല, നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജിൽ എന്താ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അപ്പൊ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? സെറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് അല്ലെ? ഒരു സെറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് വരുമ്പോഴേ നമുക്ക് അതിനെ ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ. A group is an arrangement of the individuals who have some common goal. That is either they possess a similar trait or falls into same situation. This association becomes a temporary identity of the individuals who form it. അതിനകത്ത് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒന്നിലധികം ഇൻഡിവിജ്വൽസ് ഒന്നിച്ച് വരുമ്പോഴാണ് നമ്മൾ അതിനെ ഗ്രൂപ്പ് എന്ന് പറയുക. ചിലപ്പോൾ അത് ഒരു സെയിം ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുടെ ഗ്രൂപ്പ് ആയിരിക്കും. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെയിം സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുമ്പം ആ സെയിം സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്ന ആൾക്കാരുടെ ഗ്രൂപ്പ് ആവാം. അത് ടെമ്പററി ആവാം, പെർമനന്റ് ആവാം, ഫോർമൽ ആവാം, ഇൻഫോർമൽ ആവാം. അപ്പൊ അങ്ങനെ ഒരു സെറ്റ് ഓഫ് ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എവറി ഗ്രൂപ്പ് ഹാസ് ഇറ്റ്സ് നോംസ്, ഗോൾസ്, കോമ്പസിഷൻ ആൻഡ് ക്രൈറ്റീരിയ. അപ്പൊ ഓരോ ഗ്രൂപ്പിനും എന്തുണ്ട്? ആ ഗ്രൂപ്പിൻ്റെതായ നോംസും ഗോൾസും. അപ്പൊ ചില ഗോൾസ് ഒക്കെ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പുകൾ ഫോം ചെയ്യുന്നത് തന്നെ. ഇനി സൈക്കോളജിക്കൽ ഗ്രൂപ്പ്സിലേക്ക് പോകുമ്പം ഗ്രൂപ്പ്സ് ആർ ഫോംഡ് ഇൻഫോർമലി ഓർ ഫോർമലി ഫോർ എ പർപ്പസ്. അപ്പൊ ശരിക്കും ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഏതെങ്കിലും ഒരു പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അപ്പൊ അത് ഫോർമൽ ആവാം, ഇൻഫോർമൽ ആവാം. എന്തായാലും ആ ഒരു പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. പിന്നെ എ കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഫോം എ ഗ്രൂപ്പ് വെദർ ദർ ഈസ് ഇന്ററാക്ഷൻ ഓഫ് ദി മെമ്പേഴ്സ് ഓർ നോട്ട്. അപ്പം ഒരു ഗ്രൂപ്പിൽ മെമ്പേഴ്സ് തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊരു ഗ്രൂപ്പാണ്. പക്ഷേ വിത്തൗട്ട് ഇന്ററാക്ഷൻ ദ ഗ്രൂപ്പ് ഈസ് നിയർലി ആൻഡ് അഗ്രഗേഷൻ. അത് ജസ്റ്റ് ഒരു കൂട്ടം എന്ന് മാത്രമേ നമുക്ക് അതിനെ പറയാൻ പറ്റുള്ളൂ. ശരിക്കും കുറച്ച് എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള ഗോൾസോ നോംസോ വാല്യൂസോ ഒക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ അതിനെ ഒരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഒരു ഇന്ററാക്ഷനോ ഇന്റർഡിപെൻഡൻസോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ജസ്റ്റ് ഒരു സെറ്റ് ഓഫ് പീപ്പിൾ ആണെങ്കിൽ അതൊരു അഗ്രഗേഷൻ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒരു ആൾക്കാരുടെ ഒരു കൂട്ടം എന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ. നമുക്കും അറിയാം പല ടൈപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലെ. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പ്രൈമറി ഗ്രൂപ്പ് ഉണ്ട്, സെക്കൻഡറി ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ചില ഗ്രൂപ്പൊക്കെ ഒരു പർട്ടിക്കുലർ ഗോളിന് വേണ്ടി നിലനിൽക്കുന്ന ഗ്രൂപ്പ് ആയിരിക്കും. ചില ഗ്രൂപ്പുകൾ അങ്ങനെ ഒരു പർട്ടിക്കുലർ ഗോളൊന്നും ഉണ്ടാവില്ല, പരസ്പര ബന്ധം ഉണ്ടാവില്ല. ഇപ്പൊ ഒരു സിനിമ തിയേറ്ററിൽ ഒന്നിച്ചിരിക്കുന്ന ആൾക്കാർ, ഒരു ബസ്സിൽ ഒന്നിച്ച് യാത്ര ചെയ്യുന്ന ആൾക്കാർ, അവർ ജസ്റ്റ് ഒരു ഗ്രൂപ്പ് എന്ന് മാത്രമേ ഉള്ളൂ. അവർ തമ്മിൽ ഒരു അഗ്രഗേഷൻ ആണ്, ഗ്രൂപ്പ് അല്ല. അവർ തമ്മിൽ ഒരു ഇന്ററാക്ഷൻ അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല. പിന്നെ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ കോമൺ ഗോൾസ് ആൻഡ് ഇന്റർ സ്റ്റിമുലേഷൻ ആൻഡ് റെസ്പോൺസ് എമംഗ് മെമ്പേഴ്സ്. അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആ പർട്ടിക്കുലർ ഗ്രൂപ്പിന് എന്തെങ്കിലും കോമൺ ആയിട്ട് ഒരു ഗോളോ വാല്യൂസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ അതിനെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയും. അല്ലെങ്കിൽ അതൊരു അഗ്രഗേഷൻ മാത്രമായി പോകും. അച്ഛാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്റർഫിയർ ചെയ്യാൻ കേട്ടോ അച്ഛാ. ഓ ഷുവർ നോ പ്രോബ്ലം. ഒന്നും ഇന്റർഫിയർ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. മിസ്സിന്റെ ആ ഫ്ലോ കളയണ്ടല്ലോ എന്നോർത്താണ്. അല്ല, അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും വരികയാണെങ്കിൽ അച്ഛന് പറയാം. അല്ല, ഇവർക്ക് ഇതിന്റെ എല്ലാം നോട്ട് നമ്മൾ ഓൾറെഡി ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അതൊന്ന് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കണ്ടായിരുന്നോ? അത് ഡിഡ് യു സീ ദാറ്റ്? ഓക്കെ. അപ്പൊ അതൊന്ന് നോക്കി വായിച്ചിട്ടൊക്കെ വരികയാണെങ്കിൽ ദേ ക്യാൻ ഓൾസോ ഇന്ററാക്ട്. ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ കുറച്ചും കൂടെ ഫോർമൽ ആയിട്ട് സൈക്കോളജിക്കൽ ഗ്രൂപ്പ്സ്, അതായത് പല സൈക്കോളജിസ്റ്റ് ഡിഫൈൻ ചെയ്ത ഗ്രൂപ്പിന്റെ ഡെഫിനിഷനിൽ നിന്ന് അതിന്റെ ഒരു മീനിങ് എന്താണെന്ന് കാണാൻ പോവാ. There is no consensus among social psychologists on defining characteristics of a group. അപ്പൊ അവർക്കും എന്താ പറയണ്ടേ, കോമൺ ആയിട്ടുള്ള ഒരു ആശയമൊന്നും ഇല്ല ഒരു സൈക്കോളജിക്കൽ ഗ്രൂപ്പിനെ ഡിഫൈൻ ചെയ്യാൻ നേരത്ത്. പക്ഷേ എല്ലാവരും പറയുന്നതിനകത്ത് ചില കാര്യങ്ങൾ വളരെ കോമൺ ആയിട്ടുണ്ട് താനും. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നും എന്താണ് ഒരു ഗ്രൂപ്പ് എന്നും ഒക്കെയാ നോക്കാൻ പോകുന്നത്. Nearly all definitions, however, emphasize that a group is not a mere aggregation of individuals. Rather, two or more individuals become a group to the extent that they are bonded together in some way, which generally means that they interact and influence one another and share perceptions of themselves as a group. അപ്പൊ നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെയാണ് സോഷ്യൽ സൈക്കോളജിസ്റ്റും പറയുന്നത് എന്താണ് ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് മിയർ സെറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ്. റാദർ the individuals become a group when they have some common ideas, goals, ambition, like that. According to Theodore Newcomb, അപ്പൊ തിയഡോർ ന്യൂകോംബ് എങ്ങനെയാണ് ഗ്രൂപ്പിനെ ഡിഫൈൻ ചെയ്യുന്നത് നോക്കിയേ. എ ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ് 2 or more persons who share norms about certain things with one another and whose social roles are clearly interlocking. Thus, a group must interact with each other to share certain common values. And thirdly, these persons must have a common social purpose or role to function and bind each other. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? തിയഡോർ ന്യൂകോംബ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ് 2 or more persons who share norms about certain things. അപ്പം എന്താണ്? there is interaction between them അല്ലെ. they share norms about certain things to one another and whose social roles are clearly interlocking. ഇവിടെ social roles എന്നൊരു വാക്ക് വന്നിട്ടുണ്ട്. എന്തായിരിക്കും social roles എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മളും പല ഗ്രൂപ്പിൽ മെമ്പേഴ്സ് അല്ലെ. അപ്പൊ ഓരോ ഗ്രൂപ്പിലും ഓരോരുത്തർക്കും ഓരോ റോളുണ്ട്. ഇപ്പൊ സപ്പോസ് നമ്മുടെ കോളേജിലായാലും ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ എന്താ പറയണ്ടേ, ഒരു നേച്ചർ ക്ലബ്, അതൊരു ഗ്രൂപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഓരോ മെമ്പേഴ്സിനും ഓരോ റോളുണ്ട്. അവർ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഗ്രൂപ്പിലെ ഓരോരുത്തരുടെ അവരുടെ ഫങ്ഷൻ എന്താണെന്ന് നോക്കിയിട്ടാണ് അവരുടെ റോള്. അതാണ് അവരുടെ റോൾ എന്ന് പറയാം. പ്രസിഡന്റിന് ഒരു റോള്, സെക്രട്ടറിക്ക് വേറൊരു റോള്, മെമ്പേഴ്സിന് ഒരു റോള്, അവർക്ക് അവരുടെ ബിഹേവിയർ എങ്ങനെ ആയിരിക്കണം എന്ന് കുറച്ച് നോംസ് ഉണ്ട്. അപ്പൊ അതാണ് അവിടെ സോഷ്യൽ റോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
Thus, a group must interact with each other to share certain common values. And thirdly, these persons must have a common social purpose or role to function and to bind each other. അതും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതേ ഉള്ളൂ. എന്താണ് ഇന്ററാക്ട് ഈച്ച് അതർ ആണ്, ദേ ഷെയർ സർട്ടൻ കോമൺ വാല്യൂസ്, പിന്നെ എന്താണ് ഒരു സോഷ്യൽ കോമൺ പർപ്പസ് ഉണ്ട്, പിന്നെ ദർ ഈസ് ബോണ്ട് വിത്ത് ഈച്ച് അതർ. അപ്പം എല്ലാവരും ഇന്റർ റിലേറ്റഡ് ആണ്. അതാണ് ഒരു ഡെഫിനിഷൻ. ഇനി അടുത്തൊരു ഡെഫിനിഷൻ ഷെറിഫ് ആൻഡ് ഷെറിഫിന്റെ ഡെഫിനിഷനിൽ പറയുന്നത് എ ഗ്രൂപ്പ് ഈസ് എ സോഷ്യൽ യൂണിറ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് who stand in role and status relationship to one another, stabilized in some degree at the time, and who possess a set of values or norms of their own regulating their behavior, at least in matter of consequence to the group. ഇങ്ങനെ ഒത്തിരി സ്പീഡ് ഞാൻ വായിച്ചു പോയാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായാലെന്ന് എനിക്കറിയാം. നിങ്ങളൊന്ന് കുറച്ചുകൂടെ മനസ്സിരുത്തി വായിച്ചു നോക്കിയാൽ മതി പതുക്കെ. അപ്പൊ അതിനകത്തും പറയുന്നത് നമ്മൾ മുമ്പേ കണ്ട കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് പതുക്കെ വായിച്ചു നോക്കിക്കേ ആ ഡെഫിനിഷനിൽ എന്താ പറയുന്നതെന്ന്. ഒരാൾ വായിച്ചേ, ആരാ? റൂഫിൻ ഒന്ന് വായിച്ചേ. റൂഫിൻ റൂഫിനെ അൺമ്യൂട്ട് ചെയ്യാം. അച്ഛ വായിക്കട്ടെ? പ്ലീസ്. A group is a social unit which consists of a number of individuals who stand in role and status relationship to one another, stabilized in some degree at the time, and who possess a set of value or norms of their own regulating their behavior, at least in matter of consequences to the group. ആരാ എക്സ്പ്ലെയിൻ ചെയ്യുന്നേ? somebody ആരെ നൈമയെ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. നൈമ എക്സ്പ്ലെയിൻ. അൺമ്യൂട്ട് ചെയ്തിട്ട് അത് എന്താ മനസ്സിലായെന്ന് പറഞ്ഞു. ആരുടെ കൊച്ചുങ്ങൾ? somebody wants to speak in. ഒരു കൈ കാണിച്ചിട്ട്, റിയാക്ഷൻ കൈ കാണിച്ചിട്ട് ഇങ്ങനെ ആർക്കെങ്കിലും ഇന്ററാക്ട് ചെയ്യണം, ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്ന സുനിത മിസ്സേ, ഈ നമ്മള് ഒരു സ്ഥാപനത്തിലെ ഇപ്പൊ ഒരു ഇപ്പൊ ഒരു 50 പേരുണ്ട് നമ്മുടെ ക്ലാസ്സിൽ. ഇപ്പൊ ഈ ഗ്രൂപ്പ് ഫോർമേഷൻ നമ്മുടെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെടുത്തി ഇവര് ഇവരിപ്പോ ഒരു ഗ്രൂപ്പ് ആയിട്ടുണ്ടോ? ഇവരൊരു ഗ്രൂപ്പാണോ? ഇപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ ഈ ലോക്ക്ഡൌൺ കാലത്ത് ഇവരെ ഫ്രീ ആയിട്ട് വിടാതെ മക്കളെ വരൂ എന്നും പറഞ്ഞ് ഇവരെ ഇങ്ങനെ വിളിക്കുന്നതിന്റെ കാരണം എന്താ? അതിനച്ഛാ നമുക്കൊരു നമ്മള് വർക്ക് ചെയ്യുന്ന ഒരു പർപ്പസിന് വേണ്ടി നമുക്കൊരു ഗോൾ ഉണ്ട്. അതൊരു കോമൺ ഗോളാണ്. ഒരു കോമൺ ഗോളാണ്. അതെ 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 അതെ. നമ്മൾ ഗ്രൂപ്പ് ആയപ്പോ ആദ്യത്തെ ദിവസം നമ്മൾ ഓറിയന്റേഷന്റെ സമയത്തൊന്നും അങ്ങനെ ഒരു ഗ്രൂപ്പ് ആയില്ലായിരുന്നു അല്ലെ? അപ്പൊ 5 സ്റ്റേജ് മിസ് അത് പറയാൻ പറ്റുന്നുണ്ട്. 5 സ്റ്റേജ് ഗ്രൂപ്പ് ഫോർമേഷൻ. ഇല്ല 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 ഒരാൾ പറയുന്നുണ്ട് 5 സ്റ്റേജ്. ആദ്യം ഒരു ഫോമിംഗ് സ്റ്റേജ് ഉണ്ട്, ഫോമിംഗ്. അപ്പൊ ആ ഫോർമേഷൻ സ്റ്റേജ് നമ്മുടെ കഴിഞ്ഞു. പിന്നെ ഒരു നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുമൊക്കെ പിടിച്ച് അല്ലെ ഇലക്ഷൻ നടത്തി നീ നോക്കണം ഞാൻ നോക്കണം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സ്റ്റോമിംഗ് സ്റ്റേജ് ഉണ്ട്. സ്റ്റോം അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടനത്തിന്റെ ഒരു സ്റ്റേജ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഒരു ഫോർമേഷനിലേക്ക് വരുന്നത്. അപ്പൊ അവിടെ ഒരു ഗോൾസ് സെറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഗോള് വന്നു, നമുക്കൊരു യൂണിയൻ വരണം. ആ യൂണിയൻ ഇങ്ങനെ ഒരു ഗോൾ വന്നു, മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് കുറെ നമ്മള് ടൈം ടേബിൾ ഇട്ടു. അപ്പൊ there is a formation stage, there is a storming stage, there is a norming stage. Norms ഉണ്ടാക്കി. Then there is this performing stage. ഇപ്പൊ ഇത് പെർഫോമിംഗ് സ്റ്റേജ് ആണ്. പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക ഗ്രൂപ്പ്. അപ്പൊ BEd കോളേജിലെ നമ്മുടെ ക്ലാസ്സിൽ ഒരു പെർഫോമിംഗ് സ്റ്റേജിലെ 4th സ്റ്റേജിലായത് ഗ്രൂപ്പ് ഫോർമേഷൻ. ഇനി ഇത് ഇപ്പൊ പരീക്ഷ കഴിയുമ്പം, കമ്മീഷൻ കഴിയുമ്പം, അല്ലെ 2 കൊല്ലം കഴിയുമ്പോൾ, 1 കൊല്ലം കഴിയുമ്പം ഇത് അഡ്ജേണിംഗ് ആണ്, അല്ലെ ഇത് പിരിച്ചുവിടും. അപ്പൊ ഗ്രൂപ്പിനൊരു തുടക്കമുണ്ട്, ഒരു ഒടുക്കമുണ്ട്. അതിനിടയിൽ സ്റ്റോമിംഗ് ഉണ്ട്, നോമിംഗ് ഉണ്ട്, പെർഫോമിംഗ് ഉണ്ട്. നോമിംഗ് വരുമ്പോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണോ നമ്മുടെ ടൈം ടേബിൾ ഇടുന്നത്? നോമിംഗ് സ്റ്റേജ് അല്ലേ? നോമിംഗ് സ്റ്റേജ് ആണ്. നോംസ് ഉണ്ടാക്കുക. നമ്മൾ രാവിലെ 9:30 വരണം, 4:30 വരെ ഇവിടെ നിൽക്കണം എന്നൊക്കെ നമ്മൾ നോംസ് യൂണിഫോം ഇടണം. അതൊക്കെ അതായത് ഒരു ഗ്രൂപ്പിന്റെ ഫംഗ്ഷനിങ് അങ്ങനെ എല്ലാം വരണം. പിന്നെ നമ്മൾ ഈ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ക്ലിക്ക് എന്നുള്ള നിലയിൽ എടുക്കരുത്. ക്ലിക്സ് അല്ല, ഗ്രൂപ്പ് ഇല്ലാതെ നടക്കില്ല. എല്ലാത്തിനും ഒരു ചെറിയ ഗ്രൂപ്പ്. ഇപ്പൊ എത്ര ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്, പക്ഷെ ഈ പ്രവീണ ടീച്ചറും സുനിത ടീച്ചറും മാത്രമേ വന്നുള്ളൂ ഇങ്ങനെ ഒരു ഇതിനെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾ 3 കൂടെ ഉള്ള ഒരു ഗ്രൂപ്പാണ്. പക്ഷെ ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫക്റ്റീവായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി? എല്ലാവരോടും വരികയാണെങ്കിൽ നടക്കത്തില്ല. ഇത് എല്ലാവരുടെ ആവശ്യമില്ല നമുക്ക്.
മനസ്സിലായോ? അപ്പൊ റണ്ണിങ് അപ്പൊ നമുക്കിനി 10 മിനിറ്റ് കൂടെ ഉള്ളതാ കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ അതെല്ലേ, എന്നാ വെച്ചാൽ ഞാൻ കുറച്ചുകൂടെ സ്പീഡപ്പ് ചെയ്യാം നമുക്ക്. ഓക്കെ, താങ്ക് ആ, നമ്മൾ ഇനിയും 2-3 ഡെഫിനേഷൻ കൂടെ നമുക്ക് കാണാനുണ്ട്. പക്ഷെ അത് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് കുറച്ച് സമയം പോകും. ഇത് പെട്ടെന്ന് ഒന്ന് നോക്കിക്കോ. മാക്ഡേവിഡ് ഡിഫൈൻസ് എ ഗ്രൂപ്പ് ഈസ് ആൻ ഓർഗനൈസ്ഡ് സിസ്റ്റം ഓഫ് മോർ ഇൻഡിവിജ്വൽസ് ഹു ആർ റിലേറ്റഡ് ടു വൺ അനദർ സോ ദാറ്റ് ഇറ്റ് പെർഫോംസ് സം ഫങ്ഷൻസ്. ഇറ്റ് ഹാസ് എ സ്റ്റാൻഡേർഡ് ഓഫ് റോൾ റിലേഷൻഷിപ്പ് ആൻഡ് ഹാസ് എ സെറ്റ് ഓഫ് നോംസ് ദാറ്റ് റെഗുലേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ദി ഗ്രൂപ്പ്. അപ്പം ഈ ഡെഫിനേഷൻ എല്ലാം തന്നെ ഏതാണ്ട് ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പൊ ഈ ഡെഫിനേഷനകത്ത് നിന്നെല്ലാം കൂടെ നമ്മൾ അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോവുകയാണ്. ഇപ്പൊ ഓരോ ഡെഫിനേഷനും പഠിച്ചിട്ട് അതിനകത്തുനിന്ന് എല്ലാ ഡെഫിനേഷനും പറയുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതാണ് ഒരു ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ നോക്കിക്കേ, ഇറ്റ് ഈസ് ആൻ അസംബ്ലേജ് ഓഫ് ഇൻഡിവിജ്വൽസ്. അത് നമ്മൾ ആദ്യം കണ്ടത് അല്ലേ. അപ്പൊ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, സെറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. അപ്പം അസംബ്ലൻസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. അതാണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. പിന്നെ രണ്ടാമത് പറയുന്നത് നോക്കിയാൽ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ഫോഴ്സസ്. അപ്പം ഓരോ ഗ്രൂപ്പിനും അതിൻ്റെതായ ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ഇപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ അതിനൊരു സ്ട്രക്ചർ ഉണ്ട്, അതിനൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പൊ അതൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പിന്നെ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ സ്റ്റാൻഡേർഡ് ആൻഡ് നോംസ് ഓഫ് ബിഹേവിയർ ഓഫ് പെർഫോമൻസ്. അപ്പം ഒരു കുറച്ച് സ്റ്റാൻഡേർഡ്സ് നമുക്കുണ്ട്, കുറച്ച് നോംസ് ഓഫ് ബിഹേവിയർ, നമ്മൾ എങ്ങനെയൊക്കെ പെരുമാറണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പൊ ബിഹേവിയർ ഓഫ് പെർഫോമൻസും നമ്മുടെ ഗ്രൂപ്പിന്റെ നോംസിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇറ്റ് സ്റ്റാൻഡ്സ് ഇൻ റോൾ ആൻഡ് സ്റ്റേറ്റസ് ഓഫ് റിലേഷൻഷിപ്പ് ടു വൺ അനദർ. അപ്പം ഓരോരുത്തർക്കും ഓരോ റോൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ആ റോളാണ് ഓരോരുത്തരുടെയും ഗ്രൂപ്പിലെ സ്റ്റാറ്റസ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റാറ്റസ് ഓഫ് റിലേഷൻഷിപ്പും കൂടെ നമ്മൾ കൺസിഡർ ചെയ്തെങ്കിലാണ് നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഓരോരുത്തരുടെ റോള് നമ്മൾ അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് നമ്മൾ അംഗീകരിക്കുക ചെയ്യുന്നത്. പിന്നെ ഇറ്റ് പെർഫോംസ് ആസ് സം സ്പെസിഫിക് ഫങ്ഷൻസ്. അപ്പൊ ഓരോന്നിനും ഒരു ഗോൾ ഉണ്ട്, ഒരു ഫങ്ഷൻ, ഒരു എയിം ഉണ്ട്. അപ്പൊ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ഫങ്ഷൻസ് നമുക്കുണ്ട്. പിന്നെ ഇറ്റ് പ്രൊവൈഡ്സ് മോട്ടിവേഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി നീഡ് ഓഫ് മെമ്പേഴ്സ്. അപ്പം ഓരോ മെമ്പേഴ്സിന്റെയും നീഡ് അതിനകത്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരു മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എങ്കിലേ അവരുടെ ഗ്രൂപ്പിൽ അവരെ മെമ്പേഴ്സ് ആയിട്ട് നമുക്ക് അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇറ്റ് പ്രൊവൈഡ്സ് ദ അവയർനെസ് ഓഫ് മെമ്പേഴ്സ് ബൈ ദി പ്രോസസ് ഓഫ് ഇന്ററാക്ഷൻ. ഇന്ററാക്ഷൻ ഓരോ ഗ്രൂപ്പിലും ഉണ്ട്. അപ്പൊ അത് അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പിന്നെ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഗോൾസും ഒബ്ജക്റ്റീവ്സും ഉണ്ട്. നിങ്ങൾക്ക് എന്താ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. ഇറ്റ് ഹാസ് ഡൈനാമിക് പ്രോസസ് ഓഫ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഓഫ് ദി മെമ്പർ. അപ്പം ഏത് ഗ്രൂപ്പിൽ മെമ്പർ ആണെങ്കിലും ആ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ് ഹാസ് എ കോമൺ ഫേറ്റ് ഓഫ് ഫ്യൂച്ചർ. ദ മെമ്പേഴ്സ് ആർ ഇന്റർഡിപെൻഡന്റ്. ഇറ്റ് ഹാസ് എ കോമൺ ഫേറ്റ് ഓഫ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഗ്രൂപ്പ് വിജയിച്ചാൽ ഓരോ ഗ്രൂപ്പ് മെമ്പേഴ്സും വിജയിക്കും. ആ ഗ്രൂപ്പിന് ഫെയിലിയർ ആണെങ്കിലോ ആ ഫെയിലിയറും എല്ലാ മെമ്പേഴ്സിനും ഒരേപോലെ. അപ്പൊ അതാണ് ഇന്റർഡിപെൻഡന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇറ്റ് ഹാസ് ഓൺ ലീഡർ, മേ ബി ഫോർമൽ, ദാറ്റ് ഈസ് ടീച്ചർ ഓർ ഇൻഫോർമൽ. അപ്പം ഓരോ ഗ്രൂപ്പിനും സോഷ്യൽ റോളും സ്റ്റേറ്റസ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഈ ഒരു ഗ്രൂപ്പിൽ ടീച്ചർ ഒരു ലീഡർ ആയിട്ട് വേണമെങ്കിൽ വരാം. അത് ഫോർമൽ ആയിട്ടും ഇൻഫോർമൽ ആയിട്ട് ലീഡേഴ്സ് വരാം. അങ്ങനെ ഗ്രൂപ്പിനൊരു ലീഡേഴ്സ് ഉണ്ടാവും. പിന്നെ പറയുന്നത് പിന്നെ ഇത് വേറെ ഒരു, അതായത് ഇപ്പം നമ്മൾ കണ്ട ഈ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം മേൽ പറഞ്ഞ 3 ഡെഫിനിഷനകത്ത് നിന്ന് ഡിറൈവ് ചെയ്തതാണ്. ഇതല്ലാതെ കുറച്ചുകൂടെ കോമൺ ആയിട്ട് പറയുന്ന 3 കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഇതും കൂടെ നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ഉൾപ്പെടുത്താം. ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ 1 പേഴ്സൺ, നമ്മൾ ഓൾറെഡി കണ്ടു. പിന്നെ ദേ മീറ്റ് ടുഗദർ ടു സാറ്റിസ്ഫൈ സം കോമൺ മോട്ടീവ് ഓർ കോമൺ പർപ്പസ്. സേ ടു കളക്ട്, അതൊരു എക്സാമ്പിൾ ആണ്. say to collect money for flood affected persons or national defense fund. അപ്പം അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു കോമൺ കാര്യത്തിന് വേണ്ടി നമ്മളൊന്ന് ഗ്രൂപ്പായിട്ട് ഫോം ചെയ്തു. അപ്പൊ അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരവസ്ഥ. ഇനി ദ ഗ്രൂപ്പ് മേ ഡിസിൻറ്റഗ്രേറ്റ് when the common motive is satisfied. അപ്പൊ വൺസ് നമ്മുടെ മോട്ടിവേഷൻ നമ്മുടെ ആ ഒരു ഗോൾ എന്താണോ അത് അച്ചീവ് ചെയ്താൽ പിന്നെ ചിലപ്പോൾ അതൊരു ഗ്രൂപ്പായിട്ട് സസ്റ്റെയിൻ ചെയ്യണം എന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഗ്രൂപ്പ്സും ഉണ്ട്. ഇറ്റ് റെഫേഴ്സ് ടു എ ടെമ്പററി ഗ്രൂപ്പ് ലൈക്ക് എ പാർട്ടി ഓർ ഗ്രൂപ്പ്സ് ഫോം ടു കളക്ട് മണി ഫോർ റിലീഫ് ഫണ്ട് ഓർ ടു സെലിബ്രേറ്റ് ഗണേഷ് പൂജ. അതായത് പെർമനന്റ് ഇൻ നേച്ചർ ആവണം എന്നില്ല ഗ്രൂപ്പുകൾ. അവരുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ പിന്നെ അതൊരു ഗ്രൂപ്പായിട്ട് നിലനിൽക്കണം എന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് ആണ്. ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്സ് ഉണ്ട്. പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു
നമ്മളൊരു മെമ്പർഷിപ്പ് എടുത്തല്ല ആ ഗ്രൂപ്പിലേക്ക് ആവും. നമ്മൾ Family. പ്രൈമർലി ആ പാർട്ട് ഓഫ് ഗ്രൂപ്പാണ് നമ്മുടെ ഫാമിലി. അതെ, ഫാമിലിയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്ന റിലീജിയനും പിന്നെ Religion. നമ്മുടെ പ്ലേസ് Oh, yeah. അല്ലെ, പ്ലേസ് ഓഫ് ബർത്ത് അങ്ങനെയൊക്കെ Locality. നോക്കുന്നത് പ്രൈമറി Yeah, ഗ്രൂപ്പിൽ yeah. നമ്മൾ ലൊക്കാലിറ്റി. അപ്പൊ അവിടെയൊക്കെ നമ്മൾ മെമ്പർഷിപ്പ് എടുത്തിട്ടല്ല മെമ്പേഴ്സ് ആവുന്നത്. അതിനെയാണ് നമ്മൾ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയാ. സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവിടെ മെമ്പർഷിപ്പ് എന്നതല്ല, അവിടെ ഒരു പിയർ ഗ്രൂപ്പ് സെക്കൻഡറി ഗ്രൂപ്പ് അല്ലേ ചേച്ചാ? സെക്കൻഡറി പിയർ അസ്ക്രിപ്ഷൻ ഗ്രൂപ്പ് നമ്മൾ അസ്ക്രിപ്ഷൻ ഉള്ളതാണ്. മറ്റേ നമ്മൾ ഓൾറെഡി ഇൻബോൺ. മറ്റേ എങ്ങനെയാണ് ഇൻബോൺ. പിയർ ഗ്രൂപ്പ് ഡെഫിനറ്റ്ലി അതല്ലെങ്കിൽ സെക്കൻഡറി എല്ലാരും പിയർ ഗ്രൂപ്പ് മെമ്പേഴ്സ് ആവുന്നില്ലല്ലോ, കുറച്ച് പേരല്ലേ ആവത്തുള്ളൂ. അതെ ആവുന്നുള്ളൂ. പിന്നെ നമ്മൾ നമ്മുടെ ഇൻട്രസ്റ്റ് കൊണ്ട് നമ്മൾ പോയി മെമ്പർഷിപ്പ് എടുക്കുന്നത് സെക്കൻഡറി ഗ്രൂപ്പാണ്. പിന്നെ ഉള്ള ഒരു ടൈപ്പ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ആണ്. അത് ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം. ചില ഗ്രൂപ്പ് ഫോർമൽ ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഉണ്ട്, വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഉണ്ട്, പിന്നെ മെമ്പർഷിപ്പ് ആൻഡ് റെഫറൻസ് ഗ്രൂപ്പ്സ്. ഇതിനകത്തെല്ലാം ഒത്തിരി കോമൺ ആയിട്ടുള്ള കാര്യങ്ങളിലും വരുന്നുണ്ട്, ആ ഫോർമൽ ഇൻഫോർമലിലും മെമ്പർഷിപ്പ് ആൻഡ് റെഫറൻസ് ഗ്രൂപ്പിലും ഒക്കെ. പിന്നെ സ്മോൾ ആൻഡ് ലാർജ് ഗ്രൂപ്പ്, ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ്, ആക്സിഡന്റൽ ആൻഡ് പർപ്പസീവ്. ആക്സിഡന്റൽ എന്ന് പറയുന്നത് എന്തായിരിക്കാം? നമ്മള് ഇതുപോലെ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ അതൊരു ആക്സിഡന്റൽ ഗ്രൂപ്പാണ് അല്ലെ, വളരെ നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്യാതെ വന്നുപെട്ട ഒരു ഗ്രൂപ്പ്. പർപ്പസീവ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, സെയിം ഗോളിലേക്ക് നമ്മൾ പർപ്പസ്ഫുള്ളി അതിനകത്ത് മെമ്പർ ആകുന്നതാണ്. പിന്നെ ഓപ്പൺ ഗ്രൂപ്പ്സ് ഉണ്ട്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ് എന്താണ് ബ്രേക്ക് ഡൗൺ ആയി കഴിയുമ്പോഴാണ് അവിടെ ഗ്രൂപ്പ് ഫോർമേഷൻ ഉണ്ടാകുന്നത്. അപ്പൊ പിന്നെ ഫോർമേഷൻ ഉണ്ടാകും, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോഴാണല്ലോ അവിടെ അവർക്കൊരു ഗോൾ ഉണ്ടാകും. അതെ, ഒരു മിനിറ്റ്, ഇതിപ്പോ ഈ 3 മിനിറ്റും കൂടെ അല്ലേ ഉള്ളൂ. ഇതൊന്നും കൂടെ ഇത് ചെയ്ത് കഴിഞ്ഞാ നമുക്ക് കുറച്ച് സമയം കൂടെ നിൽക്കാൻ പറ്റില്ലേ? കംപ്ലീറ്റ് ചെയ്യാൻ ഇല്ല, എങ്ങനെ നിൽക്കാനൊക്കെ ഒന്നുകൂടെ ഇത് കഴിയുമ്പോ വീണ്ടും ഒന്നും കൂടെ ജോയിൻ ചെയ്താൽ പോരെ? അങ്ങനെ ഇഫ് യു വാണ്ട് നമുക്ക് ഇവർക്ക് ഇവരുടെ ഒരു എന്താണ് ഫീഡ്ബാക്ക് കേൾക്കട്ടെ. നിങ്ങൾക്ക് എങ്ങനെ ഇനി എല്ലാ തിങ്കളാഴ്ച നിങ്ങൾ വരാൻ തയ്യാറാണോ? നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഡിസ്കഷന് വേണ്ടി അല്ലല്ല, നിങ്ങളെല്ലാം അൺമ്യൂട്ട് ചെയ്തേ. നിങ്ങളെല്ലാവരും അൺമ്യൂട്ട് ജസ്റ്റ് ഹാവ് ഡിസ്കഷൻ. ഞാൻ എന്നിട്ട് നിങ്ങളെ ഗ്രൂപ്പ് ബ്രേക്ക് ഔട്ട് ഗ്രൂപ്പ്സ് ആയിട്ട് വിടാൻ പോവാ. റൂംസ് നമ്മൾ എത്ര പേരുണ്ട് ഇപ്പൊ? 6 പേരോ 3 പേരോ എത്ര പേരുണ്ട് ഇപ്പൊ മൊത്തം? 11 പേരുണ്ട്. അതിൽ 8 പേര് സ്റ്റുഡൻസ്, 3 പേര് നമ്മൾ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു 4 ഗ്രൂപ്പ് ആക്കിയിരിക്കാം ഇപ്പോഴേ. അപ്പൊ നിങ്ങൾ കാണാൻ പോവാ അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങളത്തെ ഇത്രയും പേരാ കാണാൻ പോകുന്നത്. നിങ്ങളിപ്പോ പ്രവീണ ടീച്ചറിന്റെ കൂടെ ടീനു ഇരിക്കുന്നത്, അത് മാറ്റണമല്ലോ അല്ലെ? റുഫിന തനിച്ചായിരിക്കുന്നത്. അപ്പൊ ഞാനിത് എങ്ങോട്ടാണ്? സുനിത മിസ് ഇപ്പൊ ഇരിക്കുന്നത് എക്സ്ചേഞ്ച് ആൽഫിനായിരുന്നു. എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ നമ്മൾ റീജോയിൻ ചെയ്യാം, അപ്പൊ നമുക്ക് സമാധാനമായിട്ട് ഇത് പറയാലോ. അല്ല, അങ്ങനെ ആണേൽ നടക്കുവോ? എനിക്ക് സംശയമുണ്ട്. ഡിസ്കണക്ട് ചെയ്താൽ ഒന്നും കൂടെ ജോയിൻ ചെയ്താൽ മതി. പിന്നെ 40 മിനിറ്റ് അന്നേരം നമ്മൾ വെപ്രാളം പിടിക്കണ്ടല്ലോ, സമാധാനമായിട്ട്. എന്നാ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ബ്രേക്ക് ഔട്ട് റൂംസ് ഡിസ്കണക്ട് ആകുന്ന ഉടനെ നിങ്ങൾ എല്ലാവരും റീജോയിൻ ചെയ്യും. ഒന്നുകൂടെ ഞാൻ ഓപ്പൺ ചെയ്യാം. അപ്പൊ ഒന്നുകൂടെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഡിസ്കണക്ട് ആയി കഴിയുമ്പോൾ ഒന്നുകൂടെ ഓപ്പൺ. അപ്പൊ മിസ് ഇത് പറഞ്ഞു തീർക്കുകയും ചെയ്യാം. എനിക്ക് ഇനി ഒറ്റ സ്ലൈഡും കൂടെ ഉള്ളു പ്രവീണ, എന്റെ ഇപ്പൊ തീരുവാ. അപ്പൊ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് കണ്ടുകൊണ്ടിരിക്കുക. ഇല്ല, എനിക്കിനിപ്പോ എന്റെ ഒരു ഇമ്പോർട്ടൻസും കൂടെ ഉള്ളു ഗ്രൂപ്പിന്റെ. നമ്മുടെ ലാസ്റ്റ് സ്ലൈഡ് അതും കൂടെ ഉള്ളു, തീർന്നു. അപ്പൊ ഇതിനകത്ത് ജസ്റ്റ് ഒരു ഗ്രൂപ്പിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അത് ഗ്രൂപ്പ് പ്രൊവൈഡ്സ് വൈറ്റൽ ലിങ്ക്സ് ബിറ്റ്വീൻ ദി ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. ഇപ്പൊ നമ്മൾ നമ്മൾ ഗ്രൂപ്പ് ഇല്ലാതെ നമുക്കൊരു എക്സിസ്റ്റൻസ് ഇല്ല. നമ്മൾ ഒരിക്കലും ഒരിടത്തും ഒരു എന്താ പറയണ്ട ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളല്ല. എപ്പോഴും ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അത് നമ്മളൊരു ഗ്രൂപ്പിൽ മെമ്പർ ആയേ പറ്റുള്ളൂ. പിന്നെ ഗ്രൂപ്പ് സാറ്റിസ്ഫൈ ബേസിക് ഇൻഡിവിജ്വൽ നീഡ്സ്. ഇപ്പൊ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ പോലെ ബേസിക് യൂണിറ്റായ ഫാമിലി എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ നിന്നൊക്കെയാണ്. പിന്നെ ത്രൂ ഗ്രൂപ്പ്സ് ചിൽഡ്രൻ ആർ റേസ്ഡ്, ഷെൽട്ടർ ആൻഡ് പ്രൊട്ടക്ഷൻ ആർ പ്രൊവൈഡഡ്, പീപ്പിൾ ഗെയിൻ ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ അബൌട്ട് ദംസെൽസ് ആൻഡ് പീപ്പിൾ സാറ്റിസ്ഫൈ ആൻ ഇൻഹെറന്റ് ഡിസയർ ടു ഹാവ് ഹ്യൂമൻ കോണ്ടാക്ട് ആൻഡ് ടു ബോണ്ട് വിത്ത് ഈച്ച് അതർ. അതും ഗ്രൂപ്പിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ലാസ്റ്റത്തെ പോയിന്റ് നോക്കിയാൽ ഗ്രൂപ്പ് സപ്പോർട്ട് ആൻഡ് സസ്റ്റെയിൻ ലാർജർ ഓർഗനൈസേഷൻസ് ആൻഡ് സൊസൈറ്റി ബൈ ടീച്ചിങ് വാല്യൂസ് ആൻഡ് സൊസൈറ്റൽ നോംസ് by exerting pressure on individuals to conform and providing means to solving problems. അപ്പൊ സൊസൈറ്റിയിലായാലും പല ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ സൊസൈറ്റിക്കും ഒരു ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യാനും അതിനെ കുറച്ച് വാല്യൂസ് നോംസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഗ്രൂപ്പിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ടുഡേ വി ഹാവ് സീൻ. താങ്ക് യു. ഇനി അടുത്ത സെഷൻ ബാക്കി കണ്ടിന്യൂ ചെയ്യണം. ഞാനിപ്പോ ഓപ്പൺ ഓൾ റൂംസ് നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുകയാണ്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. നിങ്ങൾക്ക് ഇപ്പൊ ഗ്രൂപ്പായിട്ട് കാണാവോ അങ്ങോട്ടും ഇങ്ങോട്ടും?
രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണത്തുള്ളൂ. ഒരു ഗ്രൂപ്പില് ബോണി ഡിഡൻ ജോയിൻ എനി ഗ്രൂപ്പ്.